സോ അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തായിരുന്നു, കൈനമാറ്റിക്സിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു നോക്കിയത്. കൈനമാറ്റിക്സിൽ നമ്മൾ എന്താണ്, ഫോഴ്സ് കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കാറ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഫോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോഴ്സൊന്നും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. എന്താ, ഒൺലി ആക്സിലറേഷൻ, വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൻ്റെ ബേസിസിൽ, ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ബേസിസിൽ അനാലിസിസ് ചെയ്യുന്നതാണ് എന്ത്, കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇൻ കൈനമാറ്റിക്സ് വി ആർ നോട്ട് കൺസിഡറിങ് ദി ഫോഴ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് കൈനറ്റിക്സ്. കൈനറ്റിക്സ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്താണ് കൈനറ്റിക്സ്? The branch of engineering mechanics which deals with the forces. ഫോഴ്സസിനെ ഡീല് ചെയ്തിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്, കൈനറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ കൺസിഡറിങ് ദി എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പോൾ ഒരു ബോഡി മൂവ് ചെയ്യാനായിട്ട് എക്സ്റ്റേണലി എത്ര ഫോഴ്സ് കൊടുത്തു, ആ ഫോഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുന്ന ബ്രാഞ്ചാണ് എന്ത്, കൈനറ്റിക്സ് എന്ന് പറയുന്നത്. സോ മെക്കാനിക്സ് തന്നെ ഏതൊക്കെയുണ്ട്, സ്റ്റാറ്റിക്കും ഉണ്ട്, ഡൈനാമിക്സും ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് 3 മോഡ്യൂൾസിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ബോഡിയുടെ അനാലിസിസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന, മൂവ് ചെയ്യാത്ത ഒരു ബോഡിയുടെ അനാലിസിസ് ആണ് നമ്മൾ ഫസ്റ്റ് 3 മോഡ്യൂൾസിൽ കവർ ചെയ്തത്. ദെൻ 4th മോഡ്യൂളിൽ ഡൈനാമിക് ആയിട്ടുള്ള ബോഡിയുടെ അനാലിസിസ് ആണ്. ഡൈനാമിക് മീൻസ് മൂവ് ചെയ്യുന്ന ബോഡിയുടെയാണ്. അത് തന്നെ ഏതൊക്കെ ഉണ്ടായിരുന്നു, കൈനമാറ്റിക്സും ഉണ്ടായിരുന്നു, കൈനറ്റിക്സും ഉണ്ട്. കൈനമാറ്റിക്സിൽ വി ആർ നോട്ട് കൺസിഡറിങ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. അതിനകത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ബോഡിയുടെ മൂവ്മെൻറ്റിന് എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല എന്താണ്, കൈനമാറ്റിക്സിൽ. ബട്ട് ഇൻ കൈനറ്റിക്സ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ഫോഴ്സസ് ആൻഡ് റിസൾട്ടിംഗ് മോഷൻ ഈസ് നോൺ ആസ് കൈനറ്റിക്സ്. സോ എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും, അതുപോലെ ആ ഫോഴ്സ് കാരണം അതിനകത്ത് മൂവ്മെൻറ്റ് ഉണ്ടാവും, മോഷൻ ഉണ്ടാവും. സോ അതിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ അത് ഡീല് ചെയ്യുന്ന ബ്രാഞ്ചാണ് എന്ത്, കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ കൈനറ്റിക്സിൻ്റെ അനാലിസിസിൽ മെയിൻലി 3 അപ്രോച്ചസ് ആർ ദെയർ. ന്യൂട്ടൺ സെക്കൻഡ് ലോ, വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആൻഡ് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. ഇതിൽ നിങ്ങൾക്ക് ഈ 2 വർക്ക് എനർജി പ്രിൻസിപ്പിളും ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റിൻ്റെയും ജസ്റ്റ് കോൺസെപ്റ്റ് അതെന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കോൺസെപ്റ്റ് ഉള്ളി വർക്ക് എനർജി പ്രിൻസിപ്പിളും ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റിൻ്റെയും കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് എന്ത്, കൈനറ്റിക്സിലെ പ്രോബ്ലംസ് എല്ലാം അനാലിസിസ് ചെയ്യുന്നത്. സോ ന്യൂട്ടൺസ് ലോ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും ഒക്കെ എന്താണെന്നറിയാം. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് കൈനറ്റിക്സിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. സോ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നുള്ളതാണ്. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ് എന്ത്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ മോഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്. ദാറ്റ് ഈസ് ഒരു ബോഡി ഒരു പ്ലേസിലിരിക്കുവാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു, ഫോഴ്സ് കാരണം ബോഡി റൈറ്റിലോട്ട് എന്ത് ചെയ്യുന്നു, മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. സോ ആക്സിലറേഷൻ ടുവേഴ്സ് റൈറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റും ടുവേഴ്സ് എന്താണ്, റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. അതുപോലെ തന്നെ എന്താ, മോഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി എന്താ, ഫോഴ്സ് എങ്ങോട്ടാണോ ആക്ട് ചെയ്യുന്നത് ആ സെയിം ഡയറക്ഷനിലായിരിക്കും ബോഡിയുടെ മൂവ്മെൻറ്റും. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് എന്ത്, എഫ് ഈസ് ഈക്വൽ ടു എം എ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഫോഴ്സ് തന്നിരിക്കും, ഒരു സിംഗിൾ ഫോഴ്സ് തരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ. ഈ ബോഡിയുടെ മാസ് ഇൻറ്റു എത്രയാണോ ആക്സിലറേഷൻ. ഓക്കെ, ദെൻ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, ഒരുപാട് ഫോഴ്സസ് തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ F1 F2 F3 അങ്ങനെ ഒരുപാട് ഫോഴ്സസ് തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിറ്റർമിൻ ദ റിസൾട്ടൻറ്റ്. ഈ ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് എടുത്തിട്ട് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക്സിനകത്ത് കൈനറ്റിക്സിൽ എന്താണ്, നമ്മൾ ഫോഴ്സസ്, എക്സ്റ്റേണൽ ഫോഴ്സസ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈനറ്റിക്സിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്. മെയിൻലി 3 അപ്രോച്ചസ് ആർ ദെയർ. ന്യൂട്ടൺ സെക്കൻഡ് ലോ, വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആൻഡ് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺസെപ്റ്റ് ഉള്ളി നിങ്ങൾക്ക് പഠിക്കാൻ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. സോ വി ആർ
ഡീലിംഗ് വിത്ത് ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് വി ആർ എക്സ്പ്ലെയിനിങ് ഓൾ ദ തിങ്സ് ഇൻ കൈനറ്റിക്സ്. പ്രോബ്ലംസ് എല്ലാം ഈ ലോ വെച്ചിട്ടാണ്. ആൻഡ് ആസ് പെർ ലോ എന്താണ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മെയിൻലി 3 ടൈപ്പിലുള്ള 3 ടൈപ്പ് പ്രോബ്ലംസ്, മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ബോഡി ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലിരിക്കുന്നത്, അതുപോലെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൊരു ബോഡി ഇരിക്കുന്നത്, അതുപോലെ ബോഡീസ് കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ മെയിൻലി 3 ടൈപ്പ് പ്രോബ്ലംസ് എന്തൊക്കെയാ? ബോഡി ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് ആൻഡ് ബോഡി ഇൻ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് കണക്റ്റഡ് ബോഡീസ്. ഇതുപോലെ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് കൈനറ്റിക്സിൽ അറിയേണ്ട ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ഓൾ ദ ഓർ യു ക്യാൻ ഈസിലി അനലൈസ് ദ സിസ്റ്റം ഗിവൺ. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയേണ്ടത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ബോഡിയും ഡൈനാമിക് ആയിട്ടുള്ള ബോഡിയും, ഇതിൽ രണ്ടിലും എന്താണ് ഡിഫറൻറ്റ്? ദാറ്റ് ഈസ് സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റിലിരിക്കുന്ന ബോഡി, അല്ലെങ്കിൽ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഡൈനാമിക്സ് മീൻസ് ദ ബോഡി ഈസ് ഇൻ മോഷനിലിരിക്കുന്ന ഒരു ബോഡിയും തമ്മിൽ എന്താണ് ഡിഫറൻസ്, നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ടത്. അപ്പം നമുക്കിവിടെ എന്താ, എ ബോഡി ഈസ് ഇൻ റെസ്റ്റ് ഓർ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം, ഇതായിരുന്നു നമ്മൾ ആദ്യമൊക്കെ പഠിച്ചത്. അപ്പം നിങ്ങൾക്കൊരു ബോഡി തന്നിട്ടുണ്ട്, അതൊരു ഹൊറിസോണ്ടൽ സർഫസിൽ ഇരിക്കുവാണ്, അതിൻ്റെ വെയിറ്റ് ഉണ്ട്, അതിൻ്റെ ഫോഴ്സുകളും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്? ഇഫ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബോഡി ഈസ് ഇൻ റെസ്റ്റിലാണെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ദ സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആൻഡ് ദ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി ഈസ് 0. അപ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ബോഡിയിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്തൊക്കെയാണ്? സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് 0 ആൻഡ് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് 0, ബിക്കോസ് ദാറ്റ് ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അത് ഇക്വിലിബ്രിയത്തിലാണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലും ഇക്വിലിബ്രിയത്തിലാണ്. അതിനെന്താണ്, ആ ബോഡിക്ക് മൂവ്മെൻ്റ് ഒന്നുമില്ല. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഇല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഇല്ല. ദാറ്റ് ബോഡി ഈസ് സ്റ്റാറ്റിക് ആയിട്ടിരിക്കുവാണ്, ഒരു പോയിന്റിൽ ഇരിക്കുവാണ്. ദർ ഈസ് നോ മൂവ്മെൻറ്റ്. സോ ദർ ഈസ് ദ സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് 0 ആയിരിക്കും. സോ അതാണ് നമ്മൾ സ്റ്റാറ്റിക് കണ്ടീഷൻ എടുക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യാൻ കാരണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്? ഡൈനാമിക് കേസാണ്. ബോഡി ഈസ് ഇൻ മോഷൻ. അപ്പോൾ നമുക്കൊരു ബോഡി തന്നിട്ടുണ്ട്, ബോഡിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഒരു പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുവാണ്. എക്സ്റ്റേണൽ ഫോഴ്സ്, ഈ ഫോഴ്സ് കാരണം എന്താ, ഈ ബോഡിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും ബോഡി എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്നത്. സോ മോഷൻ ഇൻ ദി ഡയറക്ഷൻ, മോഷൻ്റെ ഡയറക്ഷൻ എന്താണ്? എക്സ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ ഫോഴ്സ് കാരണം ബോഡി എന്താണ്, ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുവാണ്. സോ മൂവ്മെൻറ്റ് ഈസ് ഇൻ ദി എക്സ് ഡയറക്ഷൻ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് ഉള്ളത്. ദെൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഹിയർ ദർ ഈസ് നോ മൂവ്മെൻറ്റ്. ഓക്കെ, സോ അതിൻ്റെ മീനിങ്, ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ ഇവിടെ എന്തുള്ളൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ ഈ ബോഡി ഡൈനാമിക് സ്റ്റേജിലുള്ളൂ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ ബോഡി എന്താണ്, സ്റ്റാറ്റിക് സ്റ്റേജിലാണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ബോഡി എങ്ങോട്ടാണോ, ഫോഴ്സ് എങ്ങോട്ടാണോ ആക്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലായിരിക്കും എന്ത്, ബോഡി മൂവ് ചെയ്യുന്നത്. ഫോഴ്സ് ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബോഡി ഹൊറിസോണ്ടലായിട്ട് തന്നെ ആക്സിലറേഷൻ ഉണ്ടായി, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് മാത്രമാണ് ഈ ഒരു ബോഡിക്ക് എന്താണ്, ഹൊറിസോണ്ടലായിട്ട് ഈ ബോഡി ഡൈനാമിക് സ്റ്റേജിലാണ്, ദാറ്റ് ഈസ് മൂവ്മെൻ്റ് ഉണ്ട്. ബട്ട് വെർട്ടിക്കലായിട്ട് ദർ ഈസ് നോ മൂവ്മെൻറ്റ്. സോ വെർട്ടിക്കൽ ഡയറക്ഷന് ദിസ് ബോഡി ഈസ് ഇൻ സ്റ്റാറ്റിക് സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡൈനാമിക് സ്റ്റേജിൽ വരുമ്പോഴാണ് നമ്മളെ ഇക്വേഷൻ എന്താണ്, ടോട്ടൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ്. സോ സമ്മേഷൻ ഓഫ് forces in x direction is equal to ma. So summation of fx is equal to എന്താണ്, ma. So in the y direction no movement, that is body is in equilibrium in y direction. y direction എന്താണ്, ബോഡി ഇക്വിലിബ്രിയത്തിലാണ് മീൻസ് അത് സ്റ്റാറ്റിക് സ്റ്റേജിലാണ് ഇൻ y direction. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സമ്മേഷൻ ഓഫ് fy ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയേണ്ട എന്താണ്,
ഒരു ബോഡി സ്റ്റാറ്റിക് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നമ്മൾ പഠിച്ച ആദ്യത്തെ 3 മൊഡ്യൂളിലെല്ലാം സ്റ്റാറ്റിക് സ്റ്റേജിലായിരുന്നു. സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും മൂവ്മെൻ്റ് ഇല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിലും മൂവ്മെൻ്റ് ഇല്ല. ദാറ്റ് ഈസ് അത് ഇക്വിലിബ്രിയത്തിലാണ്. സോ 2 ഡയറക്ഷനിലുമുള്ള ടോട്ടൽ ഫോഴ്സസിൻ്റെ സം 0 ആണെങ്കിൽ മാത്രമേ അതെന്താവൂ, ഇക്വിലിബ്രിയം സ്റ്റേജിൽ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഒരു ഡൈനാമിക് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ആ ബോഡി ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് നോക്കുക. ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിലായിരിക്കും ബോഡിയുടെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഈ ബോഡി ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് വെർട്ടിക്കലി ദർ ഈസ് നോ മൂവ്മെൻറ്റ്. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇത് ഡൈനാമിക് സ്റ്റേജിലും വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇതെന്താണ്, സ്റ്റാറ്റിക് സ്റ്റേജിലുമാണ്. സോ സമ്മേഷൻ ഓഫ് എഫ് എക്സ് നമ്മൾ എന്താണ്, ഡൈനാമിക് സ്റ്റേജിലാണ്. സോ ഇക്വേഷൻ നമ്മൾ എന്താവും, സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എം എ, ദാറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്താണ്, ഈ ബോഡി സ്റ്റാറ്റിക് ആണ്, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയത്തിലാണ്. ദർ ഈസ് നോ മൂവ്മെൻറ്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. സോ ഇക്വേഷൻ ഈസ് സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കും അവിടെ വരുന്നത്. സോ ഈ ഒരു ഡിഫറൻസ് അറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി സോൾവ് ദ പ്രോബ്ലംസ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ബോഡി ആക്ട് ചെയ്യുന്നതും, പിന്നെ അടുത്തത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ അനാലിസിസ് ചെയ്യും, അതുപോലെ തേർഡ് വൺ കണക്റ്റഡ് ബോഡീസ് എങ്ങനെ അനാലിസിസ് ചെയ്യും. ഇത് 3 സോ ഫസ്റ്റ് വൺ ഈസ് എ ബോഡി ഈസ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇപ്പം നമ്മൾ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഡൈനാമിക് ഡയറക്ഷൻ നോക്കുക, ഏത് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലെ ഇക്വേഷൻ എന്തായിരിക്കും, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിരിക്കും. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ അപ്പോൾ നോക്കിയേ, എ ബ്ലോക്ക് വെയിങ് 1000 ന്യൂട്ടൺ റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. 1000 ന്യൂട്ടൺ ഉള്ള ഒരു ബോഡി ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്താണ്, റെസ്റ്റ് ചെയ്യുവാണ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സസ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യണം, ആ ഫോഴ്സ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യണം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് റിക്വയർഡ് to give the block an acceleration of 2.5 meter per second. സോ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബോഡിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നു. ആക്സിലറേഷൻ എത്രയാണ്, 2.5 meter per second square ആണ് ആക്സിലറേഷൻ. ആൻഡ് ബോഡി റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒബിയസ്ലി ഫോഴ്സ് റൈറ്റിലോട്ടാകുമ്പോൾ ബോഡിയും റൈറ്റിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് പ്ലെയിൻ ഈസ് 0.25. കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, ബിക്കോസ് ദ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുവാണ്. സോ കൈനറ്റിക് ഫ്രിക്ഷനും ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ട്. സോ ഹിയർ ദ വാല്യൂ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് എന്താ, 0.25. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്, ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡി റെസ്റ്റ് ചെയ്യുവാണ്, ബോഡിയുടെ വെയിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് W എന്ന്, ഫോഴ്സ് ആണ്, ഇതിൻ്റെ മൂവ്മെൻറ്റ് റൈറ്റിലോട്ടാണെന്ന് പറയുന്നുണ്ട്. സോ ഫോഴ്സ് റൈറ്റിലോട്ടായിരിക്കും, ഇതിൻ്റെ മൂവ്മെൻറ്റ് ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും, റൈറ്റിലോട്ടായിരിക്കും. ദെൻ മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സർഫസ് എന്താണ്, റഫ് സർഫസ് ആണ്. സോ ബോഡി ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ക്രിയേറ്റ് ആവും, ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവും. സോ ഫോഴ്സ് ഈസ് ടുവേഴ്സ് റൈറ്റ്. സോ അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, മ്യൂ RN എങ്ങോട്ടായിരിക്കും, ലെഫ്റ്റിലോട്ടായിരിക്കും. ദെൻ ഈ സർഫസും ബോഡിയും തമ്മിലൊരു റിയാക്ഷൻ ഉണ്ടാകും, RN. സോ ഫ്രിക്ഷൻ ഓർമ്മയുള്ളവർക്ക് അറിയാം, ഫ്രിക്ഷൻ പഠിച്ച് കറക്റ്റിന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാം. സോ ഒരു ബോഡി, ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരും, അതിൻ്റെ വെയിറ്റ് അവിടെ സെൻറ്ററിലായിട്ട് ആക്ട് ചെയ്യും, ഫോഴ്സ് ടുവേഴ്സ് റൈറ്റ്. സോ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും, ആക്സിലറേഷൻ ടുവേഴ്സ് റൈറ്റ്. ആൻഡ് ഈ ബോഡിയും ഈ ഹൊറിസോണ്ടൽ സർഫസും തമ്മിലൊരു റിയാക്ഷൻ ഉണ്ടാവും, നോർമൽ റിയാക്ഷൻ RN. ആൻഡ് ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ റൈറ്റിലോട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, ലെഫ്റ്റിലോട്ടായിരിക്കും എന്ത്, മ്യൂ ഇൻറ്റു RN, ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ദിസ് ഈസ് ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ, ഡൈനാമിക് സ്റ്റേജിലുള്ളതാണ്. സോ ഹൊറിസോണ്ടലി ആണ് ഇത് മൂവ് ചെയ്യുന്നത്. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതെന്താണ്, ഡൈനാമിക് സ്റ്റേജിലും, വെർട്ടിക്കൽ ദർ ഈസ് നോ മൂവ്മെൻറ്റ്. സോ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇതെന്താണ്, സ്റ്റാറ്റിക് സ്റ്റേജിലുമാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ
ആൻഡ് സമ്മേഷൻ ഓഫ് എഫ് വൈ ഈസ് ഈക്വൽ ടു എന്തെന്നും വരും 0 എന്നും വരും. സോ എക്സ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. സോ സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആൻഡ് സമ്മേഷൻ ഓഫ് എഫ് വൈ ഈസ് ഈക്വൽ ടു നമ്മുടെ സ്റ്റാറ്റിക് ഇക്വേഷൻ തന്നെ എന്താ 0. അപ്പോൾ നമുക്ക് സമ്മേഷൻ ഓഫ് എഫ് വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടും? ആർ ഡബ്ല്യു മൈനസ് ആർ എൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആർ എന്നിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി എന്താ? നെറ്റ് ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു എം എ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫോഴ്സ് എഫ് ടു വാസ് റൈറ്റ്. സോ എഫ് മൈനസ് മ്യൂ ആർ എൻ ആണല്ലോ. മ്യൂ ആർ എൻ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ എഫ് ആണ് ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. സോ എഫ് ഈസ് ഈക്വൽ ടു എം എ പ്ലസ് മ്യൂ ആർ എൻ. ഓക്കെ, എം എ പ്ലസ് മ്യൂ ആർ എൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആക്സിലറേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര ആക്സിലറേഷൻ? 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിനെ മാസ്സാക്കാൻ എന്ത് ചെയ്യണം? ഡബ്ല്യു ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ മതി. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഈസ് 1000 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു 2.5 പ്ലസ് മ്യൂ ഈസ് 0.25 ആർ എന്നും അറിയാം. സോ അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു 504.84 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള കറക്റ്റ് ഡിഫറൻസ് അറിയുക. ഒരു ബോഡി ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത്, ഫോഴ്സ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലായിരിക്കും ബോഡിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫോഴ്സസിൻ്റെ സം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. ദെൻ വേർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് സ്റ്റാറ്റിക് സ്റ്റേജിലാണ്. സോ ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം സ്റ്റേജിലാണ്. അപ്പോൾ സമ്മേഷൻ ഓഫ് വേർട്ടിക്കൽ ഫോഴ്സസ് എന്തായിരിക്കും? 0 എന്ന് കൊടുക്കണം. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം അതുപോലെ തന്നെയാണ്. ഒൺലി ദ ഡിഫറൻസ് ഈസ് ഈ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഹൊറിസോണ്ടലിയും വെർട്ടിക്കലി റിസോൾവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ആ ഒരു പ്രോബ്ലം നോക്കി മനസ്സിലാക്കുക. കാരണം ഫോഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. റൈറ്റിലോട്ട് മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലോട്ടായിരിക്കും. ദെൻ മൂവ്മെൻറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായതുകൊണ്ട് വെർട്ടിക്കൽ ഡയറക്ഷൻ സ്റ്റാറ്റിക്കിലാണ്. സോ സിഗ്മ എഫ് ഐ 0 ആണ്. അതുപോലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ്. സോ നെറ്റ് ഫോഴ്സ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു എം എ. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിയുടെ വാല്യൂ കിട്ടും. സോ ഈ കോൺസെപ്റ്റ് കറക്റ്റിന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഡൈനാമിക്കിൻ്റെ സ്റ്റാറ്റിക്കിൻ്റെ ആ ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റിന് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു.